ശരിക്കും പറഞ്ഞാൽ സെയിൽസ് എക്സിക്യൂട്ടീവിന് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഫീച്ചേഴ്സ് എല്ലാം അറിയാം. എന്താ വീണ്ടും ടാറ്റ എടുക്കാൻ കാരണം? ഞാനതാ ചോദിച്ചത് ആക്ച്വലി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സഫാരി ഉണ്ട്, പിന്നെ നീ വീണ്ടും എന്താ ടാറ്റയിലോട്ട് പോയത്? ഞാൻ സംശയം ചോദിച്ച് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരാൾ പറയും അടുത്ത ആളെ വിളിക്കാൻ, അടുത്ത ആൾ പറയും വേറൊരാളെ വിളിച്ചു നോക്കാൻ. അടുത്ത് വരുമ്പോഴാണെങ്കിൽ തന്നെ സ്പ്രെഡ് ആയിട്ട് നമ്മൾ വലിച്ചു വെക്കേണ്ട കാര്യമില്ല. ഇല്ല. ഇത് എത്ര എമൗണ്ട് വരുന്നുണ്ട്? ഹാൻഡ്രസ്റ്റിന്റെ അവിടെ വരുന്ന ഇളക്കം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറയുന്നത്. പക്ഷെ അത് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷം നമ്മുടെ പഴയ ടാറ്റ സഫാരിയുടെയും സോണറ്റിൻ്റെയും ഫിഗോയുടെയും എല്ലാ യൂസറെ തിരിച്ചുകൊണ്ടിരുന്നേക്കുമാണ്. ആക്ച്വലി നമ്മളിന്ന് വന്നേക്കുന്നത് ടാറ്റ സീറയായിട്ടാണ്. ആക്ച്വലി ഒരു ടാറ്റ സഫാരിയിൽ നിന്ന് നെക്സ്റ്റ് ടാറ്റ സീറയിലോട്ട് വേറൊരു വണ്ടിയും കൂടി അഡീഷണലി എടുത്തേക്കുമാണ്. സോ അനസ് ബ്രോയെ നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ബാക്കി വിശേഷങ്ങൾ ചോദിക്കാം. അനസ് ബ്രോ, നമ്മുടെ വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളങ്ങനെ വീണ്ടും മീറ്റപ്പ് ചെയ്തേക്കാണ് അല്ലേ? അതെ. സോ സഫാരി എങ്ങനെ, ആദ്യമേ സഫാരി നമുക്ക് വേഷ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സഫാരി എങ്ങനെ നടക്കുന്നു? സഫാരി കുഴപ്പമില്ല, അത്യാവശ്യം ഇപ്പൊ 2 വർഷമായി സഫാരി എടുത്തിട്ട്. പിന്നെ അതുപോലെ തന്നെ അതിന്റെ സർവീസോ കാര്യങ്ങളോ ഒന്നും മോശമായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ നമുക്ക് റൈഡിങ് കംഫോർട്ടും യാത്ര സുഖം എല്ലാം ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാനൊരു സോണറ്റ് ഇടയ്ക്ക് എടുത്തിട്ടുണ്ട്. അതെ. കാരണം ഈ 7 സീറ്ററുമായിട്ട് എല്ലായിടത്തും പോകുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് സോണറ്റ് എടുത്തിട്ട്. പക്ഷെ സോണറ്റ് എടുത്ത് എനിക്കൊരു മോശം അനുഭവമായിരുന്നു. അതെ. പിന്നെ സർവീസ് ഇഷ്യൂസ് മാത്രമല്ല, മൈലേജ് ഇഷ്യൂസ്, മൈലേജ് നമുക്ക് കൂടുതൽ പിന്നെ 16 കഴിഞ്ഞിട്ടും മൈലേജിന്റെ ഒരു ഡിഫറൻസ് ഒന്നും ഉണ്ടായില്ല. ഇല്ല, വലിയ വേരിയേഷൻസ് ഒന്നും ഉണ്ടായില്ല. ഞാനത് ഷോറൂമിലാണെങ്കിലും കംപ്ലൈന്റ് ചെയ്തിട്ടും എടുത്തിട്ടൊന്നും അത്ര ഒരു പ്രോപ്പർ റെസ്പോൺസോ കാര്യമൊന്നും ഉണ്ടായില്ല. പിന്നെ അതിനുശേഷം ഞാൻ വിചാരിച്ചു, അപ്പൊ പക്ഷെ പല ആളുകൾക്ക് മൈലേജ് ഉള്ളവരുണ്ട്. ലൈക്ക് പിന്നെ നമ്മുടെ ഇനിയിപ്പോ എന്തെങ്കിലും മാനുഫാക്ചർ പ്രശ്നമാണോ എന്ന് ടയർ ഇട്ടോണ്ടാണ് മൈലേജ് കുറഞ്ഞെന്നൊക്കെ ഇല്ല, ഞാൻ സ്റ്റോക്ക് ടയർ ഇട്ട് നോക്കിയിരുന്നു. അങ്ങനെ ചാൻസസ് ഇല്ല. അതായത് ഒരു 2000 കിലോമീറ്റർ വെച്ച് ഞാൻ സ്റ്റോക്ക് ടയർ ഇട്ട് പിന്നെ ഓടിച്ചു നോക്കി. എന്നിട്ടും മൈലേജിന്റെ വലിയൊരു വേരിയേഷൻ ഒന്നും വന്നില്ല. അതെ. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് പിന്നെ ബാക്ക് സൈഡിൽ ഇരിക്കുന്നവർക്ക് കംഫർട്ട് അല്ല. പിന്നെ വണ്ടിക്ക് നല്ല പവറാണ്. വണ്ടി വേറെ ഇപ്പം വണ്ടി ഓടിക്കുന്ന സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ ഒരു ഡ്രൈവറിനെ സംബന്ധിച്ചിടത്തോളം അവന് വലിയൊരു ഇഷ്യൂസ് ഇല്ല. പക്ഷെ ബാക്കിയുള്ളവർക്ക് വലിയൊരു കംഫർട്ടാണ്, ഡിസ്കംഫർട്ടാണ് ആക്ച്വലി. അപ്പം അങ്ങനെ വന്നതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വേറൊരു ഓപ്ഷൻ നോക്കണം എന്നിങ്ങനെ കുറച്ച് നാളായിട്ട് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സെൽട്ടോസിന്റെയും ഈ സിആർ ലോഞ്ച് ചെയ്യുന്നതും, പിന്നെ മറ്റൊരു ഓപ്ഷനും കൂടി ഉണ്ടായിരുന്നു, പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത ഡസ്റ്റർ ഉണ്ടായിരുന്നു. നോക്കിയിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഈ 3 ഇറങ്ങിയ സമയത്ത് നമുക്കൊരു കൺഫ്യൂഷൻ ആയിരുന്നു. കാരണം ഇതിൽ ഏതായിരിക്കും ബെറ്റർ. പിന്നെ കമ്പാരിസൺ ഒക്കെ കുറെ ചെയ്ത് നോക്കി. പിന്നെ അപ്പൊ ഇത് ഷോറൂമിൽ അവൈലബിൾ ആയി തുടങ്ങിയിട്ടില്ലായിരുന്നു തുടക്ക സമയം. കാരണം ബുക്കിംഗ് കാണാതെ പോലും സിആറൊക്കെ ബുക്കിംഗ് ഒരുപാട് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ സെൽട്ടോസ് ആണെങ്കിൽ സെൽട്ടോസിന് പെട്ടെന്ന് അവൈലബിലിറ്റി ഉണ്ടായി. ലൈക്ക് പെട്ടെന്ന് ഷോറൂമിൽ സെൽട്ടോസ് ഓപ്ഷൻ ആയിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതെ. അല്ല, ഇത് 3 ഒരേ ടൈമിൽ പെട്ടെന്ന് ലോഞ്ച് ചെയ്ത വണ്ടികളാണല്ലോ. അപ്പോൾ ഏതാണ് ബെറ്റർ എന്ന് നമ്മൾ ഒബ്വിയസ്ലി നോക്കുമല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ തെള്ളകത്തു നിന്നാണ് വണ്ടി എടുത്തത്. ഇപ്പൊ സോണറ്റ് ആയിക്കോട്ടെ, സഫാരി ആയിക്കോട്ടെ, തെള്ളകത്തുള്ള ടാറ്റയുടെ ഇതിൽ നിന്നാണ് സഫാരി എടുത്തത്. തെള്ളകത്തു നിന്നുള്ള ഷോറൂമിൽ നിന്നാണ് കിയയുടെ സോണറ്റ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ടിടത്ത് നമുക്ക് അറിയാം. അപ്പോൾ ഞാൻ പോയി അവിടെ ചെന്ന് വണ്ടി ഷോറൂമിൽ എത്തിയപ്പോഴത്തേക്ക് ഞാൻ പോയി ചെന്ന് കണ്ടു. അപ്പൊ ആദ്യമേ ടെസ്റ്റ് ഡ്രൈവ് കിട്ടിയില്ല. ടെസ്റ്റ് ഡ്രൈവ് അവൈലബിലിറ്റി കുറവായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചെന്ന് ആദ്യമേ നോക്കുന്ന സെൽട്ടോസ്. അത് സർവീസ് ഓക്കെ, പക്ഷെ വണ്ടി എങ്ങനെ ഉണ്ടെന്ന് കാണാൻ നമുക്കൊരു കൗതുകം ഉണ്ടാവുമല്ലോ. പിന്നെ പുതിയ ഷേപ്പാണ്, ഫീച്ചേഴ്സും ഉണ്ട്. അപ്പൊ ഞാൻ അത് ചെന്ന് കണ്ടു. പക്ഷെ അതിന് പെട്ടെന്ന് തന്നെ ടെസ്റ്റ് ഡ്രൈവും കിട്ടി. അപ്പൊ ടെസ്റ്റ് ഡ്രൈവ് കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ 5 പേരുമായിട്ടായി പോകുന്നത്. നമുക്ക് സ്റ്റാഫുകളുമായിട്ടും പോയി. പിന്നെ എൻ്റെ സുഹൃത്തുണ്ടായിരുന്നു, അവരുമായിട്ട് പോയി. വണ്ടി ആദ്യമേ സെൽട്ടോസ് ടെസ്റ്റ് ഡ്രൈവ് തന്നു. വണ്ടി ഓടിച്ചു നോക്കിയപ്പോഴത്തേക്കും പഴയ സെൽട്ടോസുമായിട്ട് എൻറ്റയർലി കുറച്ച് ഡിഫറൻസ് ഉണ്ട്. റൈഡിങ് കംഫർട്ട് ആണെങ്കിലും പഴയതിനേക്കാൾ ഓക്കെ ആണ്, ബെറ്റർ ആയിട്ടുണ്ട്.
സസ്പെൻഷൻ ആണെങ്കിലും അത് പറയാതിരിക്കാൻ പറ്റില്ല, വ്യത്യാസമുണ്ട്. നല്ല സ്മൂത്തർ ആയിട്ടുണ്ട്, പഴയതിനേക്കാൾ നല്ല വ്യത്യാസം. അതെ. അപ്പോൾ പക്ഷേ ബാക്ക് സൈഡിൽ ഇരിക്കുന്നവർക്ക് ആ ഒരു കംഫർട്ട് ഇല്ല, പഴയതുപോലെ തന്നെ ബാക്ക് സൈഡിൽ സെക്കൻഡ് റോയിൽ ഇരിക്കുന്ന ആൾക്ക് ഇല്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവരെ കൊണ്ട് പിന്നെ വേറൊരു 1 വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും CR അവൈലബിൾ ആയി. അത് ഈ 5 വരെ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതെ 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 അതെ. അപ്പോൾ അങ്ങനെ, കാരണം നമ്മൾ ഡ്രൈവർ മാത്രം പോരല്ലോ, പുറകെ ഇരിക്കുന്ന ആൾക്കാരുടെ കംഫർട്ടും അതെ അറിയണം. അപ്പോൾ ഞാൻ അങ്ങനെ നെക്സ്റ്റ് വീക്ക് CR ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോയി. ടെസ്റ്റ് ഡ്രൈവിന് അത് ഒരു വണ്ടി ഉള്ളൂ അവർക്ക്, ഒരു വണ്ടിയേ ഉള്ളൂ. അതാണ് ഈ ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ പോയത് നമ്മുടെ ഈ ചങ്ങനാശ്ശേരിയിലാണ് ആദ്യമേ പോയത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ശരിക്കും പറഞ്ഞാൽ സെയിൽസ് എക്സിക്യൂട്ടീവിന് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഫീച്ചേഴ്സ് എല്ലാം അറിയില്ല. അല്ല, ഞാനിതൊരു നെഗറ്റീവ് ആയിട്ട് അങ്ങനെ പറഞ്ഞതല്ല, പുതിയ വണ്ടിയാണ്, ലോഞ്ച് ആയതുള്ളൂ, അവർക്ക് ട്രെയിനിങ് കിട്ടി വരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഒപ്പം വന്ന ആളുകളോട് ബാക്ക് സൈഡിൽ കയറിയിരുന്നു. ടെസ്റ്റ് ഡ്രൈവിന് ഒരു 1-2 കിലോമീറ്റേഴ്സ് ഞങ്ങൾ ഓടിച്ചു, ചങ്ങനാശ്ശേരി തന്നെ ഓടിച്ചു. അപ്പം ഇവർക്കൊന്നും അറിയാൻ സാധിക്കുന്നില്ല. ഒരു ലിമിറ്റ് ഉണ്ട്, ലൈക്ക് ഒരു 1-2 കിലോമീറ്റേഴ്സ് ആണ് നമുക്ക് പെട്ടെന്ന് പോയി വരണം, കാരണം അടുത്ത ആളുകൾക്ക് കൊടുക്കണം, വെയിറ്റിംഗ് ആണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓക്കെ ശരി, നമ്മൾ വണ്ടി ഓടിക്കാൻ കയറി, എടുത്തു, ഓടിച്ചു. പക്ഷെ ഇതിനെപ്പറ്റി കൂടുതലൊരു എക്സ്പ്ലനേഷനോ കാര്യം ഒന്നും ഇല്ല. പുറകെ ഇരുന്നവരോട് എനിക്കൊട്ടും കുറച്ച് സമയമല്ലേ ഉള്ളൂ, അവരോട് എനിക്ക് എങ്ങനുണ്ട് എന്ന് ചോദിക്കാനുള്ള ഒരു മടി, ബിക്കോസ് അത്രയും സമയം നമുക്ക് കിട്ടിയില്ല, എക്സ്പ്ലോർ ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല. അപ്പൊ ഞാൻ അതിനുശേഷം ഇവിടെ ഒരു സുഖമില്ല എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ നേരെ നമ്മുടെ തെള്ളകത്ത് കോണ്ടാക്ട് ചെയ്തു. കാരണം സഫാരി എടുത്ത് അവിടെ നിന്ന്, പിന്നെ അവിടെ ആകുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവരും അറിയാം, നമ്മളൊരു സ്നേഹമുണ്ട്. അതെ അതെ അതെ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ അവിടെ ചെന്ന് ഞാൻ അവിടെ ജോബിൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു എക്സിക്യൂട്ടീവ് ഉണ്ട്, നമ്മളെ അറിയാവുന്ന നേരത്തെ. സഫാരി എടുത്തത് രതീഷ് എന്ന് പറഞ്ഞൊരു ഇതായിരുന്നു. അപ്പൊ ഞാൻ പുള്ളിയെ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് ഒരു കുഴപ്പമില്ല സാർ ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ജോബിന്റെ അടുത്ത് ചെന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള സ്റ്റാഫുകൾക്കും വണ്ടീനെ പറ്റി കുറച്ചുകൂടെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഈ സെൽട്ടോസിനൊക്കെ ബെറ്റർ ആണ്. അങ്ങനെ ഞങ്ങൾ 5 പേരെ വെച്ച് ഞാൻ ആദ്യമേ വണ്ടി ഓടിച്ചു. ഞാൻ ആദ്യമേ കയറിയിരുന്ന് വണ്ടി ഓടിച്ച് എനിക്ക് തോന്നുന്നു അപ്പൊ എനിക്ക് ഈ ലിമിറ്റേഷൻ ഉണ്ടല്ലോ, അപ്പൊ അത് വിചാരിച്ച് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ വണ്ടി ഓടിച്ച് കുറച്ച് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തിരിക്കാൻ കഴിഞ്ഞപ്പോഴത്തേക്കും ജോബിൻ എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, എന്താ സാർ മതിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല, വലിയ ദൂരം പോകാൻ പറ്റൂ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ ടെസ്റ്റ് ഡ്രൈവ് വണ്ടി ആയതുകൊണ്ട് നമുക്കൊരു പേടി ഉണ്ടാവില്ല, ലൈക്ക് സൂക്ഷിച്ച് ഓടിക്കണം എന്നുള്ള ഒരു ഇതുണ്ടാവില്ല. അപ്പൊ അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം കൊണ്ട് പോയപ്പോഴത്തേക്കും ജോബിൻ പറഞ്ഞു, സാറ് വണ്ടി നിർത്ത്, സാറ് മാറ്, ഇങ്ങനല്ല ഈ വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുള്ളി ഡ്രൈവിംഗ് സീറ്റിലോട്ട് കയറിയിരുന്നു. പിന്നെ പുള്ളി പോയ പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ട്, വണ്ടിയുടെ മാക്സിമം പെർഫോമൻസ് നമ്മൾ അറിയണം വണ്ടി എടുക്കുന്നതിന് മുന്നേ. പുള്ളി ഒരു ഞങ്ങൾ പുറകെ ഇരുന്ന പാസഞ്ചേഴ്സ് ആയിക്കോട്ടെ, എൻ്റെ സ്റ്റാഫുകളായിക്കോട്ടെ, അതുപോലെ തന്നെ ഞാനായിക്കോട്ടെ, ഞാൻ ആദ്യമായിട്ട് ഒരാളുടെ അവിടെ കയറി ഇരുന്നിട്ട് പേടിച്ചു പോകുന്നു. അതായത് അതുപോലെ കൊണ്ടേ, പക്ഷെ മാക്സിമം റഫ് റോഡിൽ കൂടെ മാത്രമാണ് പുള്ളി കൊണ്ടുപോയത്. പക്ഷെ അകത്ത് അതിൻ്റെ യാതൊരു ഇമ്പാക്റ്റും ഉണ്ടായില്ല, ക്യാബിനെ അത് ബാധിച്ചില്ല, പിന്നെ ഇരുന്ന ആളുകൾക്കാണെങ്കിലും ഒന്നും ഒരു ബുദ്ധിമുട്ട് തോന്നിയില്ല. അതായത് നമ്മൾ വലിയ ആ ഒരു ഇമ്പാക്റ്റ് ഇല്ലാത്ത രീതിയിൽ കട്ടറൊക്കെ ചാടുമ്പോഴാണേലും മറ്റേ ഡിപ്പ് ചാടുമ്പോഴാണെങ്കിലും ഒന്നും അങ്ങനെയുള്ളൊരു വിഷയമേ ഇല്ല. അതും ചെറിയ റോഡിൽ കൂടെ പോയത്, ആ റോഡ് ഫുള്ള് കട്ടറായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ പോയി അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം ഞാൻ എൻ്റെ ആളുകളോട് ചോദിച്ചു, ഇന്നലെ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ഒന്നും പറയാനില്ല, തീർച്ചയായും അവിടെ തന്നെ ഫ്ലാറ്റ് അവിടെ തന്നെ. അപ്പോൾ പിന്നെ ഞാൻ അവരോട് ചോദിച്ചത് ഓക്കെ ആണല്ലോ, നിങ്ങൾക്ക് ബാക്കിൽ ഇരുന്ന് റിയർ സീറ്റിൽ ഇരുന്നിട്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഒരു കുഴപ്പമില്ല, കംഫർട്ടായിരുന്നു, അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം അത് ഓക്കെ നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് ഒരു 2 months 3 months എടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ 3 months ഒക്കെ ആയപ്പോഴത്തേക്ക് വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നു. പിന്നെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാതെ എടുക്കാൻ എനിക്ക് ഒട്ടും ബുക്ക് ചെയ്യാനൊന്നും താല്പര്യമൊന്നും ഇല്ലായിരുന്നു. കാരണം കാരണം ഒരുപാട് പേര് അങ്ങനെ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു, ബ്ലൈൻഡ്ലി. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് എനിക്ക് അതിനോട് വലിയ അഭിപ്രായമില്ല. നമ്മളങ്ങനെ ഹ്യൂജ് ഫാൻ ബേസ് ആയിട്ടുള്ള ഒരു വണ്ടിയൊക്കെ. അതെ അതെ അതെ. എന്നാലും ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നമുക്ക് അത് ആപ്റ്റ് ആണോ നോക്കുക എന്നുള്ളത് അതെ അതെ നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. അതെ. അപ്പോൾ അങ്ങനെ ഞാൻ ബുക്ക് ചെയ്ത് എനിക്ക് ഒരു 3 months ആയപ്പോഴത്തേക്കും വണ്ടി കിട്ടി. യാത്രാ കംഫർട്ട് തന്നെയാണോ വീണത് ശരിക്കും പറഞ്ഞാൽ? യാത്ര കംഫർട്ട്, പിന്നെ എനിക്ക് ഇതിന്റെ പവർ ആയിരുന്നു. ഞാൻ ചോദിക്കാനുള്ള ചോദ്യം തന്നെയാണ് ആക്ച്വലി. സഫാരി ഡീസൽ
സോണറ്റ് ഡീസൽ, പിന്നെ ഫിഗോ മാത്രമുള്ള പെട്രോൾ എന്ന് പറഞ്ഞ സാധനം. പെട്രോൾ ശരിക്കും ആക്ച്വലി പെട്രോളിലോട്ട് വരുവാണ്. അതെ, ഒരു ഡീസൽ ലവർ എപ്പോഴും ഡീസലിലോട്ട് തന്നെയാണ്. അത് BS6 ആയാലും അങ്ങനെ ഒരു സ്വാഭാവികമായിട്ടും കണ്ടുവരുന്നത് എങ്ങനെയാണല്ലോ. അതെ. പക്ഷേ ഞാൻ ആക്ച്വലി ഈ ഡീസൽ ലവർ എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ, ഞാൻ അന്ന് സഫാരി ഓപ്ഷനായിട്ട് എടുക്കുമ്പോൾ ഡീസലേ ഉള്ളൂ വണ്ടിക്ക്. ഓക്കെ, പെട്രോൾ ഇല്ല. പെട്രോൾ വേരിയന്റ് ഉണ്ടെങ്കിൽ ഞാൻ കൂടുതൽ പെട്രോളിലോട്ടേ പോവുള്ളൂ. കാരണം മൈലേജ് ഒരു കൺസേൺ, മൈലേജിന്റെ മാത്രമല്ല, ഈ മെയിൻ്റനൻസ് ഉണ്ടല്ലോ. ഓക്കെ, രണ്ടാമത്തെ കാര്യം, ഞാൻ എപ്പോഴും വന്നില്ല ആ ടൈമില്. കാരണം ഓട്ടോ ഇല്ലെങ്കിൽ ഡീസൽ എടുത്തിട്ട് പ്രത്യേകിച്ച് നമ്മൾ സഫാരി എടുക്കുമ്പോൾ പെട്രോൾ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്കൊരു ബെനിഫിറ്റ് ആണ്. കാരണം ഈ സാധനം കൊണ്ട് നമുക്ക് എല്ലായിടത്തും പോകാൻ പറ്റത്തില്ല. അതെ അതെ അതെ, ഇത് ഓടിക്കാതിരിക്കാനും പറ്റത്തില്ല. അതെ, പറ്റത്തില്ല. അപ്പൊ അന്ന് ആ ഒരു ഓപ്ഷൻ ഇല്ല. സോ അതുകൊണ്ടാണ് ഡീസൽ എടുത്തത്. പിന്നെ ഡീസൽ എടുത്തു കഴിഞ്ഞ് പിന്നെ ഡീസൽ ഇതിന്റെ ആ ഒരു കംഫർട്ട് കൊണ്ടാ പിന്നെ നെക്സ്റ്റ് ഒരു ഡീസൽ എടുക്കാമെന്ന് ചിന്തിച്ചത്. തീർച്ചയായിട്ടും. പിന്നെ പെട്രോളിന് നല്ല വിലയാണല്ലോ, അത് ഫാക്റ്റാണ്. അപ്പൊ നമ്മള് കൂടുതലും ഈ സോണറ്റ് എടുക്കുമ്പോൾ ഞാൻ ഉദ്ദേശിച്ച മൊത്തം കൂടുതൽ അതില് പോകാം, യാത്ര ചെയ്യാമെന്ന് ഉദ്ദേശിച്ച് ഞാനത് എടുക്കുന്നത്. നമ്മുടെ ബേസിക് ഓട്ടങ്ങൾ. അതെ അതെ. പക്ഷേ അത് എടുത്തു കഴിഞ്ഞ് മൈലേജ് കിട്ടാൻ വന്നപ്പോൾ അതിലും കൂടുതൽ മൈലേജ് സഫാരി തരുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഈ സോണറ്റ് എനിക്ക് ഇങ്ങനൊരു ഡിസാസ്റ്റർ ആയിട്ട് ഫീൽ ചെയ്തുകൊണ്ട് ഞാനിപ്പോൾ ഇനിയിപ്പോൾ ഡീസല് ഏതായാലും മൈലേജ് ഇല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇനി ഡീസൽ വേണ്ട, പെട്രോൾ നോക്കാം എന്നായി മനസ്സിൽ. ഇലക്ട്രിക് ഒരുപാട് പേര് എന്നോട് പറഞ്ഞിരുന്നു, നീ എന്തിനാ വെറുതെ ഡീസൽ അല്ലെ പെട്രോൾ എടുക്കുന്നത്, ഇലക്ട്രിക് കൊണ്ട് ഇഷ്ടം പോലെ ആളുകൾ എടുക്കുന്നു, ഈ ഓട്ടോ ഉണ്ടല്ലോ, നീ എങ്ങനെ എടുക്കാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് EVയോട് വലിയൊരു താല്പര്യം തോന്നിയിട്ടില്ല. എന്തോ നമ്മൾ IC എഞ്ചിൻ ഓടിച്ച് എനിക്ക് ആ ഒരു എന്താണെന്നറിയില്ല, എനിക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ EV ആണ് ഇപ്പോൾ കൂടുതൽ ആളുകൾ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതെ അതെ, ഒരുപാട് പേര് എടുക്കുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഈ പെട്രോളിന്റെ കാര്യം ചിന്തിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്രോൾ വണ്ടി, അപ്പം സെൽട്ടോസിലും പെട്രോള് ഞാൻ പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിരുന്നു. പിന്നെ CRIയിൽ ഡീസലും പെട്രോളും ഞാൻ നോക്കിയിരുന്നു. അപ്പൊ എനിക്ക് പെട്രോളിനാണ് പവർ കൂടുതലായിട്ട് ഫീൽ ചെയ്തത്. പവർ കോൺഫിഗറേഷൻ ഇതിനാണല്ലോ കൂടുതൽ. അതെ അതെ, 160 PS തന്നെ സെൽട്ടോസിനും വരുന്നുണ്ട് കേട്ടോ. സെൽട്ടോസിന് വരുന്നത് പെട്രോളും ഡീസൽ സിയറ അതെ 118 PS ആണ് വരുന്നത്. സെയിം ഇതാണ്. അപ്പോൾ ഇതിൽ വരുമ്പോൾ നമുക്കൊരു 160 PS വരുന്നുണ്ട്. പിന്നെ നമ്മളൊന്നും അറിയില്ല, 100 എബോവ് കയറുന്ന നമ്മളെ ഇങ്ങനെ ഒരു 110 എന്ന് എത്തുമ്പോൾ അറിയില്ല, അങ്ങനെ ഒരു ഇത് ഇമ്പാക്ട് വരുന്നില്ല. ആക്ച്വലി ഇത് അയൺ ഡോമും കൂടി ആണല്ലോ. അതെ 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 അതെ. അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ട് ഞാൻ പവറിന് ഒരു കൺസേൺ കൊടുത്തിരുന്നു. തീർച്ചയായിട്ടും. അതുകൊണ്ടുകൂടെയാണ് ഞാൻ CRI എടുത്തത്, കംഫർട്ട് മാത്രമല്ല. ഓഫ് കോഴ്സ് നമ്മൾ പവറിന് വില കൊടുക്കുമ്പോൾ മൈലേജിനെ കുറിച്ച് ചിന്താഗതി വരില്ലേ? അതെ, 3500 കിലോമീറ്റർ ഇപ്പൊ 3400 സംതിങ് ആയിട്ടുണ്ട്. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു. ഫസ്റ്റ് സർവീസ് 1500 ആയിരുന്നു. അത് ഓടി നിൽക്കുമ്പോൾ മൈലേജ് താങ്കൾക്ക് എത്ര കിട്ടുന്നു? എനിക്ക് ഇതില് സോണറ്റിനേക്കാൾ മൈലേജ് കിട്ടുന്നുണ്ട്. അത് ഞാൻ പറയാമല്ലേ? അത് ഞാൻ പറയാം. അതായത് എനിക്കിപ്പോ ലോക്കൽ ഓടുമ്പോ ഒരു 14-15 കാണിക്കുന്നുണ്ട്. നല്ല മൈലേജ് പെട്രോള് 14-15 കാണിക്കുന്നുണ്ട്. ലോങ് പോയപ്പോ എനിക്ക് കിട്ടിയ 19.5. ഓ, പെട്രോൾ അത് ഭയങ്കര ഇതാണല്ലോ. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ഇത് പിന്നെ അത് ഞാൻ നോക്കിയത്, പക്ഷെ കമ്പനി അവകാശപ്പെടുന്ന 24-25 എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. അതൊന്നും ഏതായാലും കിട്ടില്ല. എനിക്ക് മാന്യമായിട്ട് ഓടിക്കുകയാണെങ്കിൽ, അതായത് മറ്റേ ഈ വലിച്ചുകുത്തി ഇങ്ങനെ വിടാതെ സ്വാഭാവികം നമ്മളത് ഓടിക്കാൻ തോന്നും വണ്ടി കിട്ടും. അതെ, കിട്ടുമ്പോൾ തോന്നും. പക്ഷെ നമ്മൾ അതിനനുസരിച്ച് ഒരു മയത്തിൽ ഓടിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ലോങ് ഒക്കെ പോകുമ്പോൾ ഒരു 19 കിട്ടും. നമുക്കൊരു 17-18 അപ്രോക്സിമേറ്റ്ലി വിലയിരുത്താനേ. അതെ അതെ, ക്ലസ്റ്റർ കാണിച്ചെന്ന് പറഞ്ഞാൽ. അതെ അതെ. എനിക്ക് പിന്നെ വേറൊരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത്, ഇതെനിക്ക് ഡെലിവറിയാണ് അടുത്ത ദിവസം. ആ ഡെലിവറിയുടെ തലേന്ന് ഞാൻ ഒരു CRI എടുത്ത ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു റീല് കണ്ടത്. ഒരു പയ്യന്റെ, അവന് 10 കിലോമീറ്റർ മൈലേജ് കിട്ടും. അപ്പൊ വീണ്ടും ഞാൻ പഴയ ഒരു ഇതിലോട്ട് പോവാണോ എന്ന് ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു. ലൂപ്പാണോ എന്നല്ലേ? അതെ, ഇത് എങ്ങനെ പോയാലും എനിക്ക് മരണം ഉറപ്പാന്ന് പറയുന്ന പോലെ, എങ്ങനെ പോയാലും ഇതാണെന്ന് പറയുന്ന പോലെ അതാണോ ഞാനിങ്ങനെ ചിന്തിച്ചു. പക്ഷെ അടുത്ത് ഞാൻ ആദ്യത്തെ ഒരു 1 വീക്ക് ആയപ്പോഴത്തേക്കും തന്നെ ലോക്കൽ എനിക്കൊരു 11-11.5 ഒക്കെ കാണിച്ചു. 12 ഫസ്റ്റ് സർവീസിന് മുന്നേ 11:30-12 കാണിച്ചു. പിന്നെ അപ്പോൾ ഞാൻ നല്ല ഓട്ടമാണ്. കൊച്ചി, തിരുവല്ല, പിന്നെ ട്രിവാൻഡ്രം, ഇങ്ങനെല്ലാം നല്ല ഓട്ടമായിരുന്നു. അതാണ് പെട്ടെന്ന് തന്നെ ഇപ്പം വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഒരു 1 മന്ത് ആയിട്ടേ ഉള്ളൂ. ഒരു മാസത്തിനുള്ളിൽ തന്നെ 3500 കിലോമീറ്റർ ആയി. അതെ, അപ്പോൾ നല്ല ഓട്ടമായിരുന്നു. അപ്പോൾ ആ ടൈമിൽ നോക്കിയപ്പോഴത്തേക്കും ലോങ് പോകുമ്പം ഫസ്റ്റ് സർവീസിന് മുന്നേ ഒരു 14-15 ഒക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ പറഞ്ഞ മൈലേജ് എനിക്ക് കിട്ടാൻ. ശരിക്കും ഈ ഫസ്റ്റ് സർവീസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇല്ല. ആക്ച്വലി ഒരു 10,000 കിലോമീറ്റർ മിനിമം നമ്മളൊരു വണ്ടിക്ക് അതിൻ്റെ ഒരു ബേസിക്കലി ഓടാൻ ഒരു ഗ്യാപ്പ് കൊടുക്കണം എന്നാണ് മൈലേജ്
ഉറക്കാൻ അതെ 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 അതിൻ്റെ ഒരു മെൽട്ടാൻ ബോട്ട് ലൂസ് ടൈറ്റ് ആകാനുള്ള ഒരു കാലയളവ്. പക്ഷെ ആദ്യം ഇനിഷ്യലി തന്നെ നമുക്ക് നല്ല മൈലേജ് ഉണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ അത് എക്സ്പെക്ട് ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ ഒരു സിമ്പിൾ കാണിക്കുന്നത്. പിന്നെ ഈ എന്നോട് ഈ സോണറ്റ്, അതായത് കിയയുടെ ഷോറൂമിൽ എന്ന് പറഞ്ഞ പോലെ ചുമ്മാ അനാവശ്യ വാഗ്ദാനം ഒന്നും തന്നില്ല. അതായത് എന്നോട് അവർ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. ഞാൻ ചോദിച്ചത്, നമ്മൾ ഒബ്വിയസ്ലി വണ്ടി എടുക്കാൻ ബുക്ക് ചെയ്യാൻ നേരം ചോദിക്കില്ല ഇതിന് എന്നെ മൈലേജ് കിട്ടും എങ്ങനെയാണെന്ന് ചോദിക്കില്ല. ഒബ്വിയസ്ലി സാറേ ഒന്നുമില്ല, സാറ് ലോക്കൽ ഓടുമ്പോൾ ഒരു 13.5 ഒക്കെ പ്രതീക്ഷ മതി. പിന്നെ അതുപോലെ തന്നെ ലോങ് പോവാണെങ്കിൽ ഒരു 16-17 ഒക്കെ പ്രതീക്ഷ മതി, കാരണം പെട്രോൾ അല്ലേ. പിന്നെ നമ്മൾ ഓരോരുത്തരുടെ ഡ്രൈവിങ്ങിന്റെ ഇതുപോലെ ഇരിക്കും എന്ന് പറഞ്ഞു. അല്ലാതെ അനാവശ്യമായിട്ട് 24 കിട്ടി, 23 കിട്ടും, 20 കിട്ടും എന്നൊന്നും എന്നോട് ആരും പറഞ്ഞു അങ്ങനെയൊന്നും തന്നില്ല. പക്ഷെ ആ പറഞ്ഞതിലും കൂടുതൽ കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ. പിന്നെ കാര്യമുണ്ട്, ടർബോ DCTയും കൂടെയാണ് വരുന്നതെന്ന് ആലോചിക്കണം. അതെ. പിന്നെ കാര്യമുണ്ട്, നമ്മൾ വേറൊരു പെർസ്പെക്റ്റീവ് ചിന്തിച്ചാൽ നമ്മൾ സോണറ്റ് അടുത്തൊന്ന് ഓടിച്ച് തെളിഞ്ഞതാണെങ്കിലോ. അതെ, അതിനൊരു സാധ്യതയുടെ അല്ലേ. അതെ, ഒരു ഓട്ടോമാറ്റിക് ടോർക്ക് കൺവേർട്ടറിന്റെ അതേ ഇത്. പിന്നെ നമുക്ക് പക്ഷേ സഫാരി, അപ്പൊ എന്നോട് പിന്നെ എല്ലാവരും ചോദിച്ചിട്ടുള്ളത് നീ എന്താ വീണ്ടും ടാറ്റ എടുക്കാൻ കാരണം. ഞാനതാ ചോദിച്ചത് ആക്ച്വലി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ സഫാരി ഉണ്ട്, പിന്നെ നീ വീണ്ടും എന്താ ടാറ്റയിലോട്ട് പോയെന്ന് വെച്ചാൽ ഒരു വണ്ടി എടുക്കുമ്പോൾ വീണ്ടും ടാറ്റ വേറൊന്നും എടുക്കണ്ടേ എന്നാണല്ലോ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ടാറ്റയുടെ യൂസർ ആവുന്നത് ഒരു 2 കൊല്ലം മുമ്പാ സഫാരി എടുക്കുക. പക്ഷെ സഫാരി എടുത്തിട്ട് എനിക്ക് ഇന്നേ നിമിഷം വരെ എനിക്കൊരു നെഗറ്റീവ് ഉണ്ടായിട്ടില്ല. സർവീസ് സെന്ററിൽ നിന്നും ഉണ്ടായിട്ടില്ല, വണ്ടിയിൽ നിന്ന് എനിക്ക് ഉണ്ടായിട്ടില്ല. എവിടെയും വണ്ടി വഴി കിടത്തുവോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ബഗ്ഗുകളോ അങ്ങനെയുള്ള കംപ്ലൈൻസോ കാര്യങ്ങളോ ഒന്നും നോർമൽ സർവീസ് തന്നെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ സർവീസിന് ചെന്ന് കയ്യിൽ തിരിച്ച് വണ്ടി കിട്ടുമ്പോഴാണെങ്കിലും പക്കായിട്ട് തന്നെ അവരെല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നുണ്ട്. അത് ലെക്സോൺ തെള്ളകത്തു നിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ ഷോറൂമാരെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നൊന്നുമല്ല. പക്ഷെ എന്റെ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ അവിടെ വണ്ടി കൊടുക്കുന്നതും അവിടുന്ന് വണ്ടി എടുക്കുന്നതുമാണ്. അതെ, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച്, യൂസർ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയണം. പിന്നെ ഈ വണ്ടിയായിട്ട് എനിക്ക് യാത്ര ചെയ്യുമ്പോഴൊന്നും തന്നെ ഒരു ഇത് ഒരു ആക്ച്വലി ഇതിൻ്റെ അകത്ത് കയറി ക്യാബിൽ ഇരിക്കുമ്പോൾ ഒരു വലിയ വണ്ടിയിൽ പോകുന്ന അതേ സെയിം ഇത് തന്നെയാണ് വരുന്നത്. അതായത് ഒരു ചെറിയ വണ്ടി, മറ്റേ ഈ എന്താ പറയുന്നത്, കുഞ്ഞു വണ്ടിയായിട്ട് സഫാരിന്ന് കയറി ഇതിൻ്റെ അകത്തോട്ട് കയറിയിരിക്കും വലിയൊരു വ്യത്യാസം തോന്നുന്നില്ല. ആ ഒരു ബിൽഡ് ക്വാളിറ്റിയും അല്ലെങ്കിൽ ആ ഒരു റഗ്നെസ്സും നമുക്ക് കിട്ടുന്നുണ്ടല്ലേ. അതെ അതെ അതെ. പിന്നെ ഒരു ഇപ്പൊ പറഞ്ഞ ഡസ്റ്റർ നോക്കിയെന്ന് പറഞ്ഞില്ല, ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ സെയിം സെഗ്മെന്റിൽ നിൽക്കുന്ന ഒരു വണ്ടി തന്നെയാണ്. സെയിം ലെന്ത്, സെയിം പ്രൊപ്പോർഷണൽ വൈസ് നോക്കുകയാണെങ്കിലും മെഷർമെന്റ് വൈസ് നോക്കുകയാണെങ്കിലും ഈവൻ പവർ വൈസ് അത് 1.3 ടർബോ വരുന്നുണ്ട്, 1 ലിറ്റർ ടർബോ വരുന്നുണ്ട്. ആ ഒരു ഡിഫറൻസ്, പിന്നെ പ്രൈസ് ഡിഫറൻസ് നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അതിന്റെ രാജാവ് വരാനിരിക്കുന്നുള്ളൂ 1.8 അപ്കമിങ്. അത് വേറെ ലെവലായിരിക്കും. 1.8 പവർ 160 PS തന്നെയാണെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ 1.3 പവർ ഉണ്ട് അത്യാവശ്യം. പക്ഷേ എങ്കിലും ഈ യാത്രാസുഖം ബാക്കിലിരിക്കുന്ന ആളുകൾക്ക് അത്രയും ഫീൽ ചെയ്തില്ല. പിന്നെ 3 പേർക്ക് അത്ര നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല പുറകിലിരിക്കുമ്പോൾ. അതേസമയം ഇതിൽ ഇച്ചിരി സ്പേസ് കൂടുതലുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇന്റീരിയർ നോക്കുമ്പോൾ കാണാൻ പറ്റും. തീർച്ചയായിട്ടും അത്യാവശ്യം ഈ തൈ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്, സ്പേസ് വരുന്നുണ്ട്, അതെ, ഹെഡ് റൂം വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിൽ മാത്രമാണ് വെന്റിലേറ്റഡ് സീറ്റ് വരുന്നത്. പിന്നെ തൈ സപ്പോർട്ടും കാര്യങ്ങളും ഫ്രണ്ടിൽ വരുന്നുണ്ട്. 3 ഡിസ്പ്ലേ ഉണ്ട്. പക്ഷെ അതിന്റെ കാര്യം ഒരു രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാര്യം വളരെ ഒരു മോശമായിട്ട് എനിക്ക് തോന്നി. ടാറ്റയുടെ ഭാഗത്തു നിന്നുള്ളതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ എക്സിക്യൂട്ടീവ്സ് അവർക്ക് നല്ല പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കാത്തത് ആയിരിക്കാം മേ ബി. ഈ 3rd സ്ക്രീന് ഹൊറിസോൺ വ്യൂ എന്നാ പറയുന്നത്, അതിനെപ്പറ്റി അറിയില്ല, ആർക്കും അറിയില്ല. അതായത് ഞാൻ കഷ്ടപ്പെട്ട് യൂട്യൂബിൽ നോക്കി വണ്ടി എടുത്തിട്ട് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 സ്ക്രീനിനെ പറ്റി ഞാൻ പഠിക്കുന്നത്. കിട്ടിയിട്ടല്ലേ നമുക്ക് ചെയ്തു നോക്കാൻ പറ്റുള്ളൂ. വണ്ടി വരുമ്പോൾ നമ്മളെ പഠിപ്പിച്ചു തരേണ്ട ആൾക്കാരാണ്. അതെ, ഞാനിത് ലേറ്റ് ആയിട്ടാണ് പോയി ഡെലിവറി എടുത്തത്, രാത്രിയിലാണ് പോയി എടുത്തത്. ശരിക്കും പറഞ്ഞാൽ ഒരു 7:30 ഒക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സമയപരിധി കൊണ്ടായിരിക്കും അവർ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. പക്ഷെ അതിനുശേഷം അടുത്ത ദിവസം നമ്മളൊരു ഫോളോ അപ്പോ കാര്യങ്ങളൊന്നും അവിടെ നിന്ന് ഉണ്ടായിട്ടില്ല. പിന്നെ 2 സ്ക്രീന് കാര്യങ്ങൾ ഞാൻ സംശയം ചോദിച്ച് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരാൾ പറയും അടുത്ത ആളെ വിളിക്കാൻ, അടുത്ത ആൾ പറയും വേറൊരാളെ വിളിച്ചു നോക്കാൻ. അങ്ങനെ ഒരു ടെക്നിക്കലി ഉള്ള ഒരു കാര്യങ്ങൾക്ക് വലിയൊരു അവർക്ക് അതിനെ പറ്റിയുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു. ട്രെയിനിങ് കൊടുക്കാത്തതിന്റെ ആയിരിക്കും. ഇല്ല. സോ ആഫ്റ്റർ 3500 കിലോമീറ്റർ ഹൗ യു ഫീൽ റൈറ്റ് നൗ? എനിക്ക് ഞാൻ ഓരോ സമയവും ഇത് ഓടിക്കുമ്പോഴും എനിക്കൊരു ത്രില്ല. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഒരു ജേർണി പോവാണെങ്കിൽ അവിടെ സഫാരി അവിടെ കിടക്കുന്നു, അപ്രോക്സിമേറ്റ്ലി there is not
മച്ച് ഡിഫറൻസ് ബിക്കോസ് പ്രൈസ് വൈസ് ആണെങ്കിൽ മീൻസ് അത് ഡീസൽ ആണ്, ഇത് പെട്രോൾ ആണ്. രണ്ട് സിമിലർ കോസ്റ്റ് നമുക്ക് കൊണ്ട് നടക്കാം. ആ കോസ്റ്റ് നടക്കുമ്പോൾ ഇവനെ ചൂസ് ചെയ്യുമോ അല്ല അവനെ ചൂസ് ചെയ്യുമോ? അതൊരു കൺഫ്യൂഷൻ ആയിപ്പോ ഇപ്പൊ. അതൊരുമാതിരി വൃത്തിയോട്ടോ. കാരണം എന്താ അറിയോ, ആള് കൂടുതലുണ്ടെങ്കിൽ സഫാരി എടുത്ത് പോകാന്നുള്ളത്. 7 സീറ്റർ എന്നുള്ള കൺസെപ്റ്റ് വേണ്ട. 7 സീറ്റർ അല്ലാതെ ആള് കൂടുതലില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഇപ്പോ ഞാൻ ഇത് എടുക്കുള്ളൂ. നമ്മൾ ത്രില്ലി എൻജോയ് ചെയ്ത്, കാരണം ഇത് എടുത്തതേ ഉള്ളൂ. രണ്ട് ഒബ്വിയസ്ലി നമ്മള് ഈ വണ്ടി കൂടുതൽ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കുമല്ലോ. തീർച്ചയായിട്ടും. പിന്നെ അത് മോശമാണെന്നല്ല, അത് ഇതേപോലെ തന്നെ കംഫർട്ട് തരുന്ന വണ്ടിയാണ്. എനിക്ക് തോന്നുന്നു ഇതുമായിട്ട് 6 ലക്ഷം രൂപ ഡിഫറൻസ് അല്ലേ? അതെനിക്ക് എക്സാക്ട്ലി അറിയില്ല, ഇപ്പോഴത്തെ റേറ്റ് അറിയില്ല. അന്ന് എടുത്തപ്പോൾ നോക്കുവാണെങ്കിൽ അന്ന് 33 അല്ലേ? അന്ന് 35 ആയിരുന്നു. GST ഇപ്പോ ഇതില്ലല്ലോ, ഒഴിവാക്കിയല്ലോ. ഇപ്പൊ 33 lakh സംതിങ് എങ്ങാണ്ടോ ഉള്ളൂ. അതെ, ഇത് ടോപ്പ് എൻഡ് വരുമ്പോൾ 28 വരുന്നുണ്ട്. ഇതിന്റെ ഇപ്പം നിലവിൽ ഇത്ര കിലോമീറ്റർ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും നെഗറ്റീവ്സ്? എനിക്ക് നെഗറ്റീവ്സ് ആയിട്ട് വണ്ടി ഓടിക്കുന്നതിൽ എനിക്ക് നെഗറ്റീവ് ഒന്നും ഫീൽ ചെയ്തില്ല. റൈഡിങ്ങിൽ എനിക്ക് നെഗറ്റീവ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഇതിന്റെ വേറൊരു നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഈ പാനൽ ഗ്യാപ്സ് ഉണ്ടല്ലോ. ഓക്കെ, അത് ഞാൻ ചില വീഡിയോസിൽ അല്ലെങ്കിൽ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ടാറ്റ എല്ലാത്തിനും ഇത് ചെയ്തു, പക്ഷേ അകത്തെ ഇന്റീരിയർ കമ്പോണൻസിൽ കുറച്ച് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ആൻഡ് ആ ഒരു പാനൽ ഗ്യാപ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞു. അത് ഡാഷ്ബോർഡ്സിൽ, പിന്നെ നമ്മുടെ ഡോർ പാർട്സിൽ അങ്ങനെയൊക്കെ ഫീൽ ചെയ്യണം. അങ്ങനെ എന്തെങ്കിലും അതാണോ? എനിക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ലൈക്ക് നമ്മൾ ഈ കയറിയിരുന്ന് വണ്ടിക്കകത്ത് കിടന്ന് നമ്മൾ കുത്തിമറിയുന്നൊന്നും ഇല്ലല്ലോ. നമ്മൾ കയറിയിരിക്കുന്നു, വണ്ടി ഓടിക്കുന്നു, അല്ലേ? നമ്മുടെ ആവശ്യം അതാണ്. അകത്ത് കിടന്ന് ഇതെല്ലാം കൂടെ പിടിച്ചിട്ട് ഇളക്കുകയും ഇല്ല ഇടിക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യാത്തതുകൊണ്ട് എനിക്കത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ഈ പിയാനോ ബ്ലാക്ക് വരുന്ന ഇതിൽ സ്ക്രാച്ചസ് വീഴാൻ സാധ്യതകൾ കൂടുതലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഇന്റീരിയർ വൈറ്റ്, ഒരു ബീച്ച് കളർ പോലെ ഉള്ളൊരു ഇതാണല്ലോ, കോമ്പിനേഷൻ ആണല്ലോ വരുന്നത്. അപ്പൊ ഈ ചെളി പറ്റിയാൽ ഉള്ള ഒരു ഇതുണ്ടാവും. സീറ്റ്, പിന്നെ ഇവര് എക്സ്ട്രാ അക്സസറീസ് ആയിട്ട് സീറ്റ് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ 3 സ്ക്രീൻ മറ്റേ കാർഡുണ്ട്, ഗ്ലാസ് ഒട്ടിക്കുന്ന ഇതുണ്ടല്ലോ അത്. പിന്നെ വേറെ എക്സ്ട്രാ അക്സസറീസ് മറ്റേ ഈ ROK കിറ്റ് ഉണ്ടല്ലോ, ROQ കിറ്റ്. അത് തന്നെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ മറ്റേ നമ്മുടെ ഈ ഡിഫൻഡർ, മിനി ഡിഫൻഡർ എന്നൊക്കെ പറയുമല്ലോ, ലാഡറൊക്കെ വെച്ചിട്ട് അത് എക്സ്ട്രാ അക്സസറീസ് ആയിട്ട്. അത് പക്ഷെ 44K എങ്ങാണ്ടോ അത്. പക്ഷെ എനിക്ക് വലിയൊരു ഇത് തോന്നിയില്ല. കാരണം ഇത് ഇങ്ങനെ തന്നെ കൊണ്ട് നടക്കുന്നതാണ്. ഇതിന്റെ ഭംഗിയിൽ കൊണ്ട് നടക്കണം. ഡിഫൻഡറിന്റെ സ്ഥലം ഡിഫൻഡർ, പോലും വെക്കുന്നത് എന്തോ എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതെ, അതൊരു വലിയൊരു, പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. അതെ. പിന്നെ ഇതിന്റെ നെഗറ്റീവ് ഇമ്പാക്ട് എന്ന് പറയുന്നത്, ഈ സാധനം ഞാനിപ്പോ വൈപ്പർ മാറിയതാണ്. ഇതല്ല ഇതിന്റെ വൈപ്പർ വരുന്നത്. അതായത് ഇതിന്റെ ഫ്രെയിം ഉള്ള ഒരു വൈപ്പർ ഉണ്ട്. പക്ഷേ അത് ഈ പറയുന്ന പോലെ എന്താ, അതത്ര ഒരു ക്വാളിറ്റിയിൽ എനിക്ക് ഫീൽ ചെയ്തില്ല. ഞാൻ അല്ല, വൈപ്പ് ഔട്ട് ചെയ്യുന്നതിന്റെ സമയത്ത് ഭയങ്കര ശബ്ദം. അതായത് പെട്ടെന്ന് തന്നെ ബ്ലേഡ് പോയതാണോ എന്താണെന്നറിയില്ല. ഞാൻ പിന്നെ അത് മാറ്റിയപ്പോ പിന്നെ കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ ഇവര് എനിക്കന്ന് ലേറ്റ് ആയിട്ട് ഡെലിവറി ചെയ്തുകൊണ്ടാണോന്ന് എനിക്കറിയില്ല. ലൈക്ക് ഇവര് നമ്മുടെ ഈ വൈപ്പറിന്റെ ഇതുണ്ടല്ലോ, ഫ്ലൂയിഡ് ഉണ്ടല്ലോ, അത് നിറച്ചിട്ടില്ലായിരുന്നു. അതെ, അത് ഒരു വണ്ടി ഒരു കസ്റ്റമർ എടുത്ത് പോകുമ്പോ എല്ലാം ചെക്ക് ചെയ്യണം. അത് ഒരു ഫോൾട്ട് ആയിട്ട് ഇനിയിപ്പോ ലേറ്റ് ആയത് കൊണ്ടായിരിക്കാം മേ ബി. കാരണം അവരോട് എസ്റ്റിമേറ്റ് ടൈം ഞാൻ അവരോട് പറഞ്ഞത് 4 PM ആയിരുന്നു. പക്ഷെ ആ ടൈമിൽ എനിക്ക് എത്തിച്ചേരാൻ സാധിച്ചില്ല. സോ ലേറ്റ് ആയിട്ട് പോയോണ്ടായിരിക്കാം മേ ബി. നോക്കാനുള്ള സമയം കിട്ടണമായിരുന്നു, പക്ഷെ അത് ചെയ്തിട്ടില്ല. പിന്നെ അതൊരു നെഗറ്റീവായിട്ട് തോന്നി. പിന്നെ വേറെ എനിക്ക് വണ്ടിയുടെ ഭാഗത്ത് നെഗറ്റീവായിട്ട് വേറെ അങ്ങനെ ഒന്നും ഇതുവരെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അഡീഷണലി ഇഷ്ടപ്പെട്ടത് ഇതിന്റെ ഹെഡ്ലൈറ്റ് ആണ്, വിസിബിലിറ്റി. അതായത് വിസിബിലിറ്റി നല്ല പോലെ ഉണ്ട്. ഇത് കാണാൻ ഇച്ചിരി ചെറുതാണെങ്കിലും പക്ഷേ നല്ല പണിയെടുക്കുന്നതാണ്. നല്ല ഏരിയ കവർ ചെയ്യും. അത് ഇതിൻ്റെ എല്ലാം ഓട്ടോമാറ്റിക് ഡിമാൻഡ് റൈറ്റ് ആണ്. അതെ, അഡാസിന്റെ ഇതാണ് വരുന്നത്. അപ്പം നമ്മൾ കറക്റ്റ് ഇരുട്ട് ഭാഗം എത്തുമ്പോൾ കറക്റ്റായിട്ട് ബ്രൈറ്റ് ഓൺ ആവും, ബ്രൈറ്റ് വർക്കാവും. പിന്നെ വണ്ടി എതിരെ വരുന്ന കറക്റ്റ് ടൈമിൽ ഓഫ് ആവും. പക്ഷെ ചില ഇതിൽ മിസ്റ്റേക്കലി സംഭവിക്കാറില്ല. മീൻസ് സോഫ്റ്റ്വെയർ എനിക്ക് സഫാരിയിൽ ഒരു ടൈമിൽ ഞാൻ ഇത് എടുത്ത ടൈമിലാണെന്ന് തോന്നുന്നു, ഞാൻ ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് ഓൺ ആക്കിയപ്പോഴത്തേക്കും വണ്ടി എതിരെ വന്നിട്ട് ഡിം ആയില്ല. അതൊരു 2-3 തവണ ഒരു ഗ്ലിച്ച് ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഷോറൂമിൽ പറഞ്ഞാണ്, അത് പിന്നെ അത് സോർട്ട് ഔട്ട് ചെയ്ത് തന്നു. പക്ഷെ ആ ഒരു പ്രശ്ന കാര്യമൊന്നും ഇതിൽ വന്നപ്പം ഉണ്ടായിരുന്നില്ല.
അപ്പോൾ ബ്രോ നമുക്കൊരു റൈഡിംഗ് എക്സ്പീരിയൻസ് എടുക്കാം കേട്ടോ. ഓക്കെ, തീർച്ചയായിട്ടും. സോ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ഡീസൽ ആൻഡ് പെട്രോളിലോട്ട് പെർഫോമൻസ് മറ്റു വലിയ ഡിഫറൻസ് തോന്നിയായിരുന്നോ? അല്ല, എനിക്ക് ഇതിൻ്റെ അകത്ത് ഡിഫറൻസ് ആയിട്ട് തോന്നിയത് ഇപ്പൊ ഡീസലിനൊക്കെ പവർ ഉണ്ട് ഇതിന്, പിന്നെ എഞ്ചിന്റെ നോയിസ് ഇല്ല. അത് ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ടാറ്റ ഞാൻ പൊതുവേ പറയുമ്പോഴത്തേനും പറയാറുണ്ട്, ടാറ്റ വണ്ടിക്ക് സാധാരണ ഭയങ്കര സൗണ്ട് ഉണ്ട് എഞ്ചിന്റെ. ഇത് ഞാനിപ്പം ഇത് മുമ്പ് ബ്രോ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഈ വണ്ടിക്ക് ഭയങ്കര സൈലന്റ് ആണെന്ന് പറഞ്ഞു. സാധാരണ ഞാൻ കളിയാക്കൊണ്ടിരുന്നത് ക്രയോജനിക് എഞ്ചിനാണ്, മറ്റേ വിമാനത്തിന്റെ എഞ്ചിനാണ്, സൗണ്ട് ഉണ്ടാവും എന്ന് പറഞ്ഞ് കളിയാക്കാറുണ്ടായിരുന്നു. സോ ഇതിനോട്ട് വന്നതിനാണെങ്കിൽ ഭയങ്കര സ്മൂത്ത് ആൻഡ് സൈലന്റ് ആണ് വണ്ടി. സോ അത് എടുത്തു പറയേണ്ട കാര്യമാണ് കേട്ടോ. വേറെ എന്തെങ്കിലും ലൈക്ക് അഡീഷണൽ ആയിട്ട് തോന്നിയേക്കുന്ന എക്സ്പീരിയൻസ് ചെയ്തേക്കുന്ന? അഡീഷണൽ ആയിട്ട് പിന്നെ ഇപ്പൊ ഈ വണ്ടി ഓടിച്ചിട്ട് എനിക്ക് വേറെ ഒരു ബുദ്ധിമുട്ടായിട്ട് ഒന്നും യാതൊരു കാര്യം റൈഡിങ്ങിൽ തോന്നിയിട്ടില്ല. പക്ഷേ സെൽട്ടോസ് എനിക്ക് ഓടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയുള്ള കാര്യം, നമ്മളെ വലിച്ച് എടുക്കുന്നത്, അതായത് എടുത്തോണ്ട് ഇങ്ങനെ പോകല്ലേ, അത് ബാക്കിലിരിക്കുന്ന ആളുകൾക്ക് സ്പീഡ് കയറുന്നതും എടുക്കുന്നതും എല്ലാം അറിയാൻ പറ്റും. പക്ഷെ ഇതിന്റെ അകത്ത് എത്ര സ്പീഡിൽ പോയാലും ഇപ്പൊ ഒരു 110 ഒന്നും കയറിയാലൊന്നും അറിയുന്ന പോലും ഇല്ല. കോപ്പസഞ്ചർ ആയിക്കോട്ടെ, ബാക്കിലിരിക്കുന്ന പോലെ ആയിക്കോട്ടെ, ആരും അറിയുന്നില്ല. ഓടിക്കുന്നത് നമ്മളെ മീറ്റർ നോക്കുമ്പോ കാണുന്ന അറിയുന്നുള്ളൂ. ആ ഒരു ഫീൽ ഗുഡ് കിട്ടുന്നുണ്ട്. പിന്നെ ഫീച്ചർ ആൻഡ് കൺവീനിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലൈക്ക് മറ്റേ നമ്മൾ ഡോൾബി അറ്റ്മോസിന്റെ കാര്യം പറഞ്ഞു. അതെ, മീൻസ് എങ്ങനെയുണ്ട് ബാക്കിയുള്ള? അത് ഞാൻ ഇതിന്റെ അത് കാണിച്ചു തരാം. അതായത് ഡോൾബി അറ്റ്മോസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പാർക്കിങ്ങിൽ ഇട്ടിട്ട് അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ, റണ്ണിങ്ങിൽ അത് പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് പല മൂഡ് അനുസരിച്ചുള്ള മറ്റേ ഈ എന്താ അതിന് പറയുന്നത്, അതെ, അങ്ങനെ ഓരോന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ഇതിന്റെ അകത്തൊന്നും കയറി അധികം പണിയാനൊന്നും നിന്നിട്ടില്ല, കാരണം ഓൾറെഡി അത് സെറ്റ് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ട്. നോർമൽ ഇപ്പൊ നമ്മൾ ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്ത് സ്പോട്ടിഫൈ ഒക്കെ ഇടുമ്പോൾ അത്യാവശ്യം നല്ല ഒരു ഇമ്പാക്റ്റാ. പതറിച്ചോ കാര്യങ്ങളോ അങ്ങനെയുള്ള ഒന്നും ഇല്ല. പിന്നെ JBLന്റെ സിസ്റ്റം ആയതുകൊണ്ട് പിന്നെ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റും, 360 സറൗണ്ടിങ് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും വണ്ടി. അതെ, അതായത് സൗണ്ട് സിസ്റ്റം ഇങ്ങനെ പോയി ഇങ്ങനെ നമ്മുടെ ചുറ്റും ഇങ്ങനെ വരുന്ന ഒരു ഫീൽ കിട്ടും. ഡിറ്റോ കിട്ടും. സിനിമ കാണാനുള്ള അല്ലേ? അതെ, തീർച്ചയായിട്ടും. സീറ്റ് കംഫോർട്ട് ഇപ്പോ തൈ സപ്പോർട്ട് നമ്മുടെ ഡ്രൈവറിനും എക്സ്റ്റൻഡഡ് തൈ സപ്പോർട്ട് വരുന്നുണ്ട്, കോ ഡ്രൈവറിനും വരുന്നുണ്ട്. സുഖമായിട്ട് നമ്മളൊരു ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന സമയത്ത് ഇപ്പൊ ഞാൻ ഒരു ദിവസം എനിക്ക് തോന്നുന്നു 800 കിലോമീറ്റർ ഞാൻ ഓടി. ഒരു ദിവസം എനിക്ക് ഒരു മടുപ്പും ക്ഷീണം തോന്നിയിട്ടില്ല. അതുപോലെ നല്ലൊരു സുഖമായിരുന്നു എനിക്ക്. സാധാരണ എത്രയും ലോങ് ഒക്കെ പോകുമ്പോ ഇടയ്ക്കൊന്ന് നിർത്താനെടുക്കാനൊക്കെ തോന്നും നമുക്ക് മടുപ്പായിട്ട്. അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഞാൻ ഒറ്റ സ്ട്രെച്ചിന് പോയി തിരിച്ചു വന്നു. അത് 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 കഴിഞ്ഞിട്ടാണല്ലോ നടുവേനയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒരു കാലിന് വേനയോ അങ്ങനൊന്നും എനിക്ക് തോന്നിയില്ല. ഇങ്ങനെ നീട്ടി കാല് എക്സ്റ്റൻഡഡ് തൈ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഇങ്ങനെ നീട്ടി കാല് വെച്ച് ഈ പൊസിഷനിൽ ഇരുന്ന് സുഖമായിട്ട് ഇങ്ങനെ പോവാം. മെറ്റീരിയൽ എല്ലാം നല്ല മെറ്റീരിയൽ, ഫാബ്രിക് എല്ലാം നല്ല മെറ്റീരിയൽ, അത്യാവശ്യം നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് സീറ്റിങ്ങിന്. അത് ഞാൻ എക്സ്ട്രാ ഫോൺ ഹോൾഡ് ചെയ്യാനായിട്ട് മേടിച്ചതാ. വയർലെസ്സും ഉണ്ട്. പിന്നെ ഇതിന് ഓൾറെഡി വയർലെസ് വരുന്നത് ഇവിടെയാണ്. ഇവിടെ ഫോൺ വെക്കാം. ആ വയർലെസ് ചാർജർ ഇപ്പം ഈ പറയുന്ന പോലെ നമ്മൾ ഫോണ് ചാർജ് ചെയ്യാനായിട്ട് സിമ്പിൾ ആയിട്ട് പറ്റും. ഇങ്ങനെ ഇവിടെ വെച്ചാൽ മതി, ഓട്ടോമാറ്റിക്കലി ചാർജ് ആവും. ഇതിനും അതേപോലെ തന്നെ എനിക്ക് 2 മൊബൈലുണ്ട് ആക്ച്വലി. അപ്പൊ എനിക്ക് ഒരെണ്ണം ഇവിടെ എപ്പോഴും വേണം. സോ അതിനും വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക്. ഈ ഒരു ഹോൾഡർ ആണെങ്കിൽ ഈസി ആയിട്ട് പറ്റും. അടുത്ത് വരുമ്പോഴാണെങ്കിൽ തന്നെ സ്പ്രെഡ് ആയിട്ട് നമ്മൾ വലിച്ചു വെക്കേണ്ട കാര്യമില്ല. ഇത് എത്ര എമൗണ്ട് വരുന്നുണ്ട്? ഇതൊരു 4800 സംതിങ് ഹൈ ക്വാളിറ്റി സെൻസർ ഒക്കെ വരുന്നുണ്ട്. പിന്നെ ചാർജ് നല്ലപോലെ പെട്ടെന്ന് തന്നെ സൂപ്പർ ഫാസ്റ്റ് ആണ്, കേറും. മൈക്രോ ഡിജിറ്റൽ. അതെ.
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നൈസാണ് മേടിച്ചോട്ടോ. നൈസ് ഒരു ഇതാ. അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാം. ഇനിയിപ്പോ വയർലെസ് ചാർജർ ഇല്ലാത്ത ഒരാൾക്കാണെങ്കിലും അത് ഉപകാരപ്പെടും, വണ്ടിയിൽ ഉപകാരപ്പെടും. കാരണം ഇതിങ്ങനെ കുറെ കേബിൾ എല്ലാം കുത്തി വലിച്ച് ഇത് നീട്ടിക്കൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. സിംപ്ലി ഒരു വയർലെസ് ചാർജർ അല്ലേ? അതെ. പിന്നെ ഇതിന്റെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ കൺസോൾ ഒന്ന് കാണിക്കാമോ? ഇതില് ഇത് ഫോഗ് ലാമ്പിന്റെ ആണ്. അതായത് ഇപ്പം ഹെഡ്ലൈറ്റ് ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാല് ഫോഗ് ലാമ്പ് ഇട്ട് ഗ്രീൻ കത്തിയല്ലോ. ഇത് ബാക്കിലത്തെ റിയറിന്റെ ലൈറ്റ് ആണ് വരുന്നത്. അപ്പൊ ബാക്കില് സ്റ്റോപ്പ് ലൈറ്റിന്റെ അവിടെ വരുമല്ലോ. അതായത് നീളത്തിലുണ്ടല്ലോ അതിന്റെ സ്ട്രിപ്പ് ലൈറ്റിന്റെ അകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ഒരു ലൈറ്റിന്റെ സ്വിച്ച് ആണിത്. ഒരു ചെറിയ സ്വിച്ച് ഉണ്ട്, മീൻസ് ചെറിയ സ്വിച്ച് അല്ല, ചെറിയ ലൈറ്റ് ഉണ്ട്. ആ ഒരു ലൈറ്റിന്റെ മാത്രമായിട്ടുള്ള സ്വിച്ച് ആണ്. പക്ഷെ അതെങ്ങനെ അത്ര വലിയ ഇതായിട്ട് കാണാനൊന്നും പറ്റത്തൊന്നുമില്ല. മീൻസ് അതായത് ഇട്ടില്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല. മീൻസ് അത്രയും ചെറുതാ, അത് നമുക്ക് അറിയാൻ പറ്റില്ല. ലൈക്ക് ഈ രാത്രിയിൽ നമുക്ക് ഹെഡ് ലാമ്പിന്റെ മറ്റേ ഈ ബാക്കിലെ റിയർ ഹോൾ ലൈറ്റ് ഉണ്ടല്ലോ, അത് ഓൺ ആക്കാനുള്ള ഒരു ഇതാണ്, സിസ്റ്റമാണ്. പക്ഷെ അതില് ഈ ബാക്കിലത്തെ റിയർ ലൈറ്റ് ഒരു ചെറിയ ലൈറ്റ് ആണ്, അത് മാത്രം ഒന്ന് കത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ച് ആണ്. അതെ, എല്ലാ കൺട്രോൾസും ഇവിടെ വരുന്നുണ്ട്. 360 വരുന്നുണ്ട്. 360ക്കകത്തൊരു ഗുണമുണ്ട്, ഒന്ന് കാണിക്കാമോ? ഇപ്പൊ ഇൻഡിക്കേറ്റർ ഇട്ടു, ഇൻഡിക്കേറ്റർ ഇട്ടാൽ നമ്മളിപ്പം ഒരു സൈഡ് വ്യൂ ആണല്ലോ, 2 വ്യൂ കൂടെ കിട്ടും. ഈ സ്വിച്ചിൽ വിട്ടാല് 2 വ്യൂ കൂടെ കിട്ടും. അത് ഇതിന്റെ ക്യാമറയുടെ ഒരു ഗുണമാണ്. ആക്ച്വലി 360 ക്യാമറയുടെ ഒരു ഗുണമാണ്. ഫ്രണ്ടിലുള്ള സൈഡിലുള്ള ഇതും കിട്ടും, ബാക്കിലുള്ളതും ഒരേ ടൈമില് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു സാധനം ഇത് നേരെ ഇതിന്റെ അകത്തോട്ട് ആക്കാൻ പറ്റും, നമ്മുടെ ഡിസ്പ്ലേയിലോട്ട് ആക്കാൻ പറ്റും. ഈ റൗണ്ടിന്റെ അകത്താവും അപ്പൊ ക്യാമറ. പക്ഷെ അതിനൊക്കെ കുറച്ചുകൂടെ നല്ല വ്യൂവും വിസിബിലിറ്റിയും കൺവീനിയന്റ് ആയിട്ടുള്ള ഇതാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഇത് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഒബ്വിയസ്ലി ഇതിന്റെ 3D വ്യൂ ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. അതെ. പിന്നെ ഫ്രണ്ടിലെ ബാക്കിലെ പിന്നെ 2D വരുമ്പോ ഉള്ളത് അത്യാവശ്യം നൈസായിട്ട് തന്നെ ഉണ്ടല്ലോ. ഇത്രയും വിസിബിലിറ്റി ഉള്ള ഒരു ഇത് ഞാൻ വേറെ വണ്ടിയിൽ കണ്ടിട്ടില്ല. ഇല്ല, സഫാരിയുടെ സെയിം സിസ്റ്റം തന്നെയാണ്. ഇപ്പൊ ടാറ്റയുടെ എല്ലാം ഈ 360 ക്യാമറ അടിപൊളിയാണ്, ക്വാളിറ്റി ഉണ്ട്. പുതിയ ടിയാഗോയിൽ വരെ വന്ന ക്യാമറ ഭയങ്കര, അത്രയും ക്വാളിറ്റി ഇല്ല കിയ സെൽറ്റോസിന്റെ ഇല്ല, ഡസ്റ്ററിന്റെ ഇല്ല. അതെ അതെ അതെ, ഒരുമാതിരി ഒരു ബുദ്ധിമുട്ടാണ് അത്. അതിന്റെ അകത്ത് കറക്റ്റ് ഒരു വ്യൂ കിട്ടുന്നില്ല. ഇത് നമ്മൾ ഉപയോഗിച്ചിട്ട് ആ വണ്ടിയിൽ കയറി ഇരുന്ന് 360 ഓൺ ആക്കുമ്പോ നമുക്ക് കരച്ചിൽ വരും. എന്റെ വണ്ടിയാണെങ്കിൽ HD ക്യാമറ ഇല്ല, അത് ഇപ്പോഴും 540 അല്ലെങ്കിൽ 720 പോലും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കിയയുടെ ടോപ്പ് എൻഡ് എനിക്ക് തോന്നുന്നു 22 lakhs സംതിങ് ആണ്, ഇതിലും കുറവാണ്. പക്ഷെ അവർക്ക് ഓട്ടോമാറ്റിക് റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് ഇല്ല, ലൈക്ക് ഓട്ടോ ഡിമിങ് ലൈറ്റ് ഇല്ല. അതായത് അവര് പറഞ്ഞ എന്താന്ന് വെച്ചാല് എന്താ എക്സ്പെൻസിന്റെ എന്തോ ഇത് കുറയ്ക്കാൻ, കോസ്റ്റ് കട്ടിങ്ങിന്റെ ഇതാണെന്നാണ് പറഞ്ഞത്. പക്ഷെ അതൊക്കെ മെയിൻലി വേണ്ടത് നമ്മൾക്ക് പ്രാക്ടിക്കൽ ഫീച്ചേഴ്സ് ആണ്. പിന്നെ വേറെ വണ്ടിയിലൊന്നും ഇല്ലാത്ത പോലെ തന്നെ ഈ സെൽറ്റോസിലും ഇതിലും ഉള്ളൊരു ഗുണം എന്താന്ന് വെച്ചാൽ ഈ ഹെഡ് റെസ്റ്റ് ഉണ്ടല്ലോ, അത് കറക്റ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ള വണ്ടികളിലെല്ലാം തന്നെയും ഈ ഹെഡ് റെസ്റ്റ് അങ്ങിരിക്കും, നമ്മൾ ഇങ്ങിരിക്കും, ചിലത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടി വരും. ഇത് കറക്റ്റ് നമ്മുടെ ആ കറക്റ്റ് സീറ്റിംഗ് പൊസിഷനിൽ കറക്റ്റ് ആയിട്ട് ഹെഡ് റെസ്റ്റ് വെച്ചിട്ട് നമുക്ക് സുഖമായിട്ട് വണ്ടി ഓടിക്കാം. ലെതർ ഫിനിഷ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അത് ആം റെസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അതൊരു വലിയൊരു ഗുണമാണത്. നമുക്ക് ഇപ്പൊ 2 പേര് കോ പാസഞ്ചറും പിന്നെ ഡ്രൈവർ ഇരിക്കുന്നിടത്ത് സുഖമായിട്ട് ഹാൻഡ് റെസ്റ്റ് 2 വെച്ച് ഇങ്ങനെ ഇരിക്കാൻ പറ്റും. പക്ഷെ ചെളി പറ്റും. അതെ, പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യുന്ന വലിയ പാടൊന്നും ഇല്ല. ഇച്ചിരി നനഞ്ഞ തുണി ഉണ്ടെങ്കിൽ എടുത്ത് തൂത്താ അത് പോകും, അത് കുഴപ്പമൊന്നുമുള്ള കേസിൽ. പിന്നെ ഇത് സ്പീക്കറാണ്, ഡോൾബിയുടെ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. പിന്നെ ഈ റൈറ്റ് സൈഡിലാണ് ടെറൈൻ മോഡ്സ് വരുന്നത്. പിന്നെ ഡിക്കി ഓപ്പൺ ഇലക്ട്രോണിക് ആണ്, കൺട്രോൾസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ചാവി പോക്കറ്റ് ഇട്ടിട്ട് തുറന്ന നാണക്കെടുത്തില്ല, കാലിട്ട് വേവ് ചെയ്താല്
ലിക്വിഡ് വേവ് ചെയ്ത് കഴിഞ്ഞാല് ഓപ്പൺ ആവും. അത് നാണം കെടുത്തില്ല. കാരണം ഞാൻ സഫാരിയിൽ ആദ്യമേ പോയി ഒരു തവണ പോക്കറ്റില്, അതെ അതെ അതെ, അങ്ങനെ പോക്കറ്റിൽ ഇട്ടിട്ട് ഞാൻ ചുമ്മാ ഒന്ന് വേവ് ചെയ്ത് നോക്കി. നാണക്കേടായി പോയി, വണ്ടി തുറക്കത്തില്ല. പുല്ല് അവസാനം ഞാൻ ചാവി വെച്ച് തന്നെ ഓപ്പൺ ചെയ്യേണ്ട വന്നിട്ടുണ്ട്. പക്ഷെ അത് മാറി. അതാ ഞാൻ ആദ്യമേ സോഫ്റ്റ്വെയർ ഗ്ലിച്ച് പറഞ്ഞില്ലായിരുന്നു, ഒരു ചെറിയൊരു പ്രശ്നം. ഈ ഓട്ടോ ഡിമ്മും ബ്രൈറ്റും ഇതായില്ല, സെൻസ് ചെയ്യാൻ. പക്ഷെ അത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തപ്പോഴത്തേ അത് ക്ലിയർ ആയി. അത് പിന്നെ ഒരു പ്രശ്നമില്ല. ഇതിന് അങ്ങനത്തെ പ്രശ്നമില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ഇരുന്ന് തന്നെ ഹോൾഡ് ചെയ്താലും ഡിക്കി ഓപ്പൺ ആവും, ക്ലോസ് ആവും. പിന്നെ സ്പോർട്സ് മോഡ് ഇവിടെയാണ് വരുന്നത്, സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. ചൂസ് ചെയ്യാം. പിന്നെ ഹിൽ ഹോൾഡ് അസിസ്റ്റ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ AC-യുടെ കൺട്രോള് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇവിടെ. പിന്നെ ഡുവൽ സോൺ ആണ്. പിന്നെ ക്ലൈമറ്റ് കൺട്രോൾസ് കാര്യങ്ങൾ, ഇതിൻ്റെ അകത്ത് നമുക്ക് ക്ലൈമറ്റ് കൺട്രോൾസ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഹൊറിസോൺ വ്യൂ, ഇതും കണക്റ്റഡാ. പക്ഷേ ഇത് രണ്ടും കണക്റ്റഡ് ആണെന്ന് പറഞ്ഞാൽ ഇതൊരു സാധനത്തെ കണക്ട് ചെയ്താൽ അങ്ങോട്ട് വരത്തില്ല. മീൻസ് ഹൊറിസോൺ വ്യൂ എന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കുന്നത് തന്നെ എന്താണ്, ഫോഴ്സ്, അതായത് ഡിസ്പ്ലേ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും. മറ്റേത് വർക്കാവുമ്പോൾ ഇത് വർക്കാവില്ല. ആൻഡ്രോയിഡ് ഓട്ടോ മാത്രമേ വർക്കാവുള്ളൂ. പിന്നെ ഇതിന്റെ മാപ്പിൾസ് അത് ഗൂഗിൾ മാപ്പിനേക്കാൾ അത്യാവശ്യം നല്ല ഒരു ഇത് കിട്ടുന്നുണ്ട്, ആക്യുറസി കിട്ടുന്നുണ്ട്. ഇതിന്റെ അകത്ത് റണ്ണിങ്ങില് നമുക്ക് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ് ഈ കാണുന്നത്. പോകാൻ പറ്റും. പക്ഷെ ഇതെല്ലാം വൈഫൈ വേണം. ഇതുണ്ടോ, ഇതിനും വൈഫൈയും ബ്ലൂടൂത്ത് സെപ്പറേറ്റ് നമുക്കൊരു ഹെഡ്സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അത് ഹെഡ്സെറ്റ് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് ഈ ആൾക്ക് മാത്രമായിട്ട് തന്നെ കേൾക്കാൻ പറ്റും. പക്ഷെ സ്പീക്കറിൽ ഒറ്റ ടൈമിൽ രണ്ടും കൂടെ വർക്കാവില്ല, ഏതെങ്കിലും ഒരെണ്ണമേ വർക്കാവത്തുള്ളൂ. അതൊരു നല്ലൊരു കാര്യമാണ്. കാരണം ഇപ്പം ഈ ഡ്രൈവറിനെ ബുദ്ധിമുട്ടിക്കാതെ ഇപ്പുറത്തിരുന്ന് ഇപ്പൊ വാർത്തയോ അല്ലെങ്കിൽ എന്തെങ്കിലും പടമോ കാര്യങ്ങളോ കാണുകയാണെങ്കിൽ ഒരു ഹെഡ്സെറ്റ് ഉണ്ടെങ്കിൽ കോ ഡ്രൈവർ കൂടുതൽ ബെനിഫിറ്റ് ആകുന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിള്ളേരെ കൊണ്ട് പോവാണെങ്കിൽ കാത്തു നോക്കി അതെ, നമുക്ക് ഡിസ്റ്റർബൻസ് ഇല്ല. നമുക്ക് വേറെ പാട്ട് കേട്ടോണ്ട് പോവുകയും ചെയ്യാം. ഏറ്റവും വലിയ അടിയാണ് വണ്ടിയിൽ നേടുന്ന അച്ഛന്മാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. വണ്ടിയെ കയറി കഴിഞ്ഞാൽ കാർട്ടൂൺ പാട്ടിട്ടത് ഇട്ടിട്ട് പാട്ട് വെക്കാൻ പറ്റാത്ത സാഹചര്യം. അതെ അതെ, അത് ബുദ്ധിമുട്ടാണ്. ഇത് അതിന് ആ ബുദ്ധിമുട്ട് ഇതിനില്ല, ഒഴിവാക്കാം. അതൊരു ഹെഡ്സെറ്റ് ഉണ്ടെങ്കിൽ ഒഴിവാക്കാം. കണക്ട് ചെയ്യുക. അതെ. പിന്നെ ഇതിന്റെ അകത്ത് നമുക്ക് ജോയ്സ്റ്റിക്ക് ഉണ്ടെങ്കിൽ ഗെയിം കളിക്കാം. എല്ലാവരും ഇതിന്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു. ഇതൊന്ന് കാണിച്ചേ. അതായത് ഹാൻഡ് റെസ്റ്റിന്റെ അവിടെ വരുന്ന ഇളക്കം എന്ന് പറഞ്ഞിട്ട് എല്ലാരും പറയുന്നത്. പക്ഷെ അത് ഫ്ലെക്സിബിൾ ആയിട്ട് വെച്ചേക്കുന്ന, അല്ലാതെ അത് പാനലിന്റെ ഇളക്കമോ ഇളകി പോകുന്നോ സംഭവം ഒന്നും അല്ല. ഞാൻ അത് കണ്ടിട്ട് വറിയായിരുന്നു. പിന്നെ കൈ തട്ടി ചിലവരുടെ ഇതായെന്നൊക്കെ പറയുന്നു. മറ്റേ മിറർ ക്ലോസ് ആയി. പിന്നെ അതുപോലെ തന്നെ ഇത് ഓണും മറ്റേ വിൻഡോസ് പൊങ്ങ് താഴെയും ചെയ്യും, അപ്പ് ആൻഡ് ഡൗൺ ആവുന്നു ഓട്ടോമാറ്റിക്കലി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും ഇല്ല. നമുക്ക് സുഖമായിട്ട് ഇവിടെ കൈ വെച്ച് ഇങ്ങനെ ഇരിക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മള് ഇത് അങ്ങനെ ഇളകുന്ന സാധനമൊന്നും അല്ല. അതൊരു ആംറസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു സാധനമാണ്. ഇങ്ങോട്ട് ക്ലബ് ചെയ്ത് വരാത്തോണ്ട് തന്നെ നമുക്കൊരു ചെറിയ ആ ഒരു ഫീൽ തോന്നുന്നത്. അതേസമയം മറ്റേ ഇതുമായിട്ട് ഇച്ചിരി വിട്ടല്ലേ ഇത് ഫിക്സ് ചെയ്തേക്കുന്നത്. സോ അതിന്റെ ഒരു നല്ലൊരു സ്മൂത്താ, അതിനൊരു കുഴപ്പമില്ല. പിന്നെ ഇത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം, ലെങ്ത് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇപ്പൊ ഒരുമിച്ച് രണ്ടുപേർക്ക് ഇങ്ങനെ കൈ വെക്കുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല, കാര്യമില്ല. പിന്നെ എനിക്കൊരു നെഗറ്റീവായിട്ട് ഈ ഒരു ഏരിയയിൽ തോന്നിയിരിക്കുന്ന കാര്യം, ഇവിടെ ഒരു എന്തെങ്കിലും ഒരു ഇത് കൊടുക്കണമായിരുന്നു, സ്റ്റോപ്പറായിട്ട് എന്തെങ്കിലും ഒന്ന് വെക്കണമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇങ്ങനെ സ്പീഡിൽ പോവാണ്, നമ്മൾ ഈ പറയുന്ന പോലെ പെട്ടെന്നൊന്ന് ബ്രേക്ക് അങ്ങ് നല്ല രീതിയിൽ ഒന്ന് ചവിട്ടി ഈ സാധനം ഇങ്ങനെ തെറിച്ച് ഇങ്ങനെ പോയി ഇങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. ഇല്ല, സ്റ്റോപ്പ് ചെയ്യുന്നില്ല. സോ അതൊരു ബുദ്ധിമുട്ടായിട്ട്, അതൊരു മൈന്യൂട്ടറായിട്ട് കാര്യം. ഇവിടെ ഇത് സ്ക്രാച്ചസ് വീഴാൻ പെട്ടെന്ന് തന്നെ സാധ്യത ഉള്ള ഏരിയാസ് ആണ്. ഇത് ഒന്നെങ്കിലും മേടിച്ചിട്ട് ആരെങ്കിലും പോയി സ്റ്റിക്കർ ചെയ്യുക, മാറ്റ് ബ്ലാക്കോ അല്ലെങ്കിൽ ബ്ലാക്ക്, ഇനിയിപ്പോ ഗ്ലോസി ബ്ലാക്ക് ആണെങ്കിലും കുഴപ്പമില്ല, അടിച്ചാൽ മതി. അത് വെച്ചാൽ സ്ക്രാച്ചസ് വീഴാതെ ഇരിക്കും. അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ വൈഫോ അല്ലെ അമ്മയോ ഒക്കെ അടുത്തിരിക്കുകയാണെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും അവരുടെ മോതിരോ വളയോ ഇതോ എന്തെങ്കിലുമൊക്കെ കൊണ്ട് സ്ക്രാച്ച് ആവും. പിന്നെ അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ സംഭവിക്കാനും സാധ്യതകൾ കൂടുതലുണ്ട്. പിന്നെ ഇവിടെ ഈ കപ്പ് ഹോൾഡറിന്റെ ആവശ്യം ഉണ്ടായിരുന്നത് ഞാൻ പലതവണ ആലോചിച്ചിട്ടുണ്ട്. കാരണം സാധനം വെക്കാം, പക്ഷെ ഈ കപ്പ് ഹോൾഡർ വെച്ചാൽ ഈ
ഇതെങ്ങനെ കൺട്രോൾ ചെയ്യും? അതെ 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 ശരിയാ. ഈ കപ്പ് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു കുപ്പി വെക്കുക, ഇതിലോട്ട് കൈ പോണ്ടേ? അതന്നെ കപ്പ് ഹോൾഡർ ഇല്ലല്ലോ എന്നുള്ള ഒരു അത് വരാതിരിക്കാനാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ സാധനം വെച്ചേക്കുന്നത് കീ വെക്കാനുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ. കീയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൺഗ്ലാസോ വെക്കാം, അത്രേ ഉള്ളൂ. അതല്ലാതെ വേറെ ഉപകാരം ഒന്നും ഇല്ല. നമ്മുടെ വയർലെസ് ഇപ്പൊ ഇങ്ങോട്ട് മാറ്റിക്കൊണ്ട് അവിടെ ഫോൺ. അതെ, ശരിക്കും പറഞ്ഞാൽ ഇവിടെ മതിയായിരുന്നു വയർലെസ് ഇവിടെയും. ഇവിടെ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ ചാവിയോ വല്ലോ വെക്കാനോ ഉള്ളതാക്കിയാൽ മതിയായിരുന്നു. ഇവിടുന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഈ കപ്പ് ഹോൾഡർ വെക്കായിരുന്നെങ്കിൽ സുഖമായിട്ട് ഇവിടെ ഒരെണ്ണം ഇരിക്കുകയും ചെയ്യും. പിന്നെ ഇതിന്റെ ഡാഷ് ക്യാം എന്ന് പറയുന്ന സാധനം, ഇത് അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി ഉള്ള ഒരു ഡാഷ് ക്യാം ആണ്. ഇൻബിൽറ്റ് വരുന്നതല്ല, അഡീഷണൽ വെച്ചേക്കുന്നതാണ്. പക്ഷേ ഈ ഡാഷ് ക്യാം ഫിക്സ് ചെയ്ത സമയത്ത് ഈ അക്സസറീസിലുള്ള ടീം എനിക്കിത് കണക്ട് ചെയ്ത് തരുമോ എടുക്കുകയോ ചെയ്തിട്ടില്ല. അതെനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. കാരണം വെച്ചാൽ ഞാൻ ഇവരുടെ പുറകെ നടക്കേണ്ടതായിട്ട് വന്നു. പിന്നെ ഇതെല്ലാം മെഷീൻ അല്ലേ, സോ എല്ലാം പൂർണ്ണമായിട്ട് 100ൽ 100 എന്നൊരിക്കലും ആർക്കും അവകാശപ്പെടാൻ പറ്റില്ല. ഇല്ല, പറ്റില്ല. അതെ, അപ്പം ചില ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാമായിരുന്നു എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പിന്നെ ബാക്കിയെല്ലാം വണ്ടി ഓവറോൾ അടിപൊളിയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. സോ രണ്ടാമത് ടാറ്റയിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ എടുക്കൽ എന്ന് പറഞ്ഞ പാപ്പരാസികളോട്, മീൻസ് ഇതല്ല കേട്ടോ പറഞ്ഞല്ല, അല്ലെങ്കിൽ ആസ് എ ജോക്ക്, ലൈക്ക് അവരോട് ഇപ്പോ എന്താണ് പറയാനുള്ളത്? നിങ്ങൾ ഒരു പ്രാവശ്യം ഈ വണ്ടി ഓടിച്ചു നോക്കിയിട്ട് അല്ല, ഏറ്റവും കൂടുതൽ ആളുകള് എന്തിനാ ടാറ്റ ഒന്നും വേണ്ട, അതുപോലെ തന്നെ ടാറ്റ നിനക്ക് എന്താ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഞാൻ ഇപ്പൊ ബിൽഡ് ക്വാളിറ്റി എന്തെങ്കിലും പറഞ്ഞു, എന്ത് ബിൽഡ് ക്വാളിറ്റി, വണ്ടി പ്രോപ്പർ അവർക്ക് സോഫ്റ്റ്വെയർ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഞാൻ പറഞ്ഞു, എന്നിട്ട് എല്ലാവരും ഈ പഴയ സർവീസസ് ഉണ്ടല്ലോ, MK മോട്ടോഴ്സ്, അത് അറിയാവുന്ന ആളുകളെ ഉള്ളൂ. ലെക്സോൺ തുടങ്ങിയിട്ട് ലെക്സോൺ സർവീസ് ചെയ്യുന്ന കാര്യങ്ങള് എത്രത്തോളം എത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇനി ചില ബ്രാഞ്ചിൽ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല ലെക്സോൺ. ഞാൻ പോയ ബ്രാഞ്ചില് ഓക്കെ ആണ്, ഫൈനാണ്. പിന്നെ അതുപോലെ തന്നെ അവിടുന്ന് ഒരു നെഗറ്റീവ് ഇതോ സർവീസിന്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ ഇത് ഞാൻ പറയും, അതിപ്പോ എവിടെയാണെങ്കിലും ഞാൻ പറയും. എനിക്ക് ഉണ്ടായെങ്കിലല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇല്ലാത്തൊരു സാധനം നമ്മൾ വെറുതെ പറഞ്ഞേണ്ട ആവശ്യം. കാശ് മുടക്കിട്ട് നല്ലത് മാത്രം പോസ്റ്റ് ചെയ്യേണ്ട കാശ് ഇല്ല. ഇപ്പൊ എനിക്ക് നെഗറ്റീവ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നെഗറ്റീവ് പറയും. അതിൽ ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞല്ലോ, എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. പിന്നെ ഇനി മുന്നോട്ട് പോകുമ്പോഴേ ഒരു വണ്ടീനെ പറ്റി, ഇപ്പം നമ്മൾ ഫസ്റ്റ് സർവീസേ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നെ 3000 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. മുന്നോട്ട് ഓടുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളതിലാണല്ലോ ഇൻ ഫ്യൂച്ചർ നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അതെ, ഇതുവരെ ഉണ്ടായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതിൽ ഞാൻ ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഈ വണ്ടി എടുത്ത് ഓടിക്കാനാണ് എനിക്ക് കൂടുതൽ ടെൻഡൻസി ഉള്ളൂ. അപ്പോൾ എന്നാണ് നമ്മളിവിടെ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ കൺഫ്യൂഷൻസ് മാറി കിട്ടി കേട്ടോ. സീറ എന്ന് പറഞ്ഞൊരു 1.5 ലിറ്റർ ടർബോ DCT വരുമ്പോൾ ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഇതിൻ്റെ മൈലേജ് എന്ന് പറഞ്ഞൊരു കൺസേൺ ആണ്. സോ അതിലിവിടെ വരികയുണ്ടെന്ന് ഓൾറെഡി ഇവിടെ അനസ് പ്രോ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഓഫ് കോഴ്സ് ഒരു ടാറ്റ എന്നുള്ള ഒരു വണ്ടിയിൽ നിന്ന് വീണ്ടും തിരിച്ചു വന്ന് വീണ്ടും ടാറ്റയിലേക്ക് എടുത്തിരിക്കുന്ന ഒരാളുടെ എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ ടാറ്റ എങ്ങനെയുണ്ടെന്ന് എന്നോട് ചോദിക്കുന്നവരോടും ക്യൂരിയസ് ആയിട്ട് നോക്കുന്ന ആൾക്കാരോടും പറയാനുള്ള ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് ഈ വീഡിയോ. നിങ്ങൾക്കറിയാവുന്ന ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ടും കൂടി ഇട്ടു. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഒക്കെ ആയിട്ട് അനസ് ബ്രോ ഒക്കെ ആയിട്ട് വീണ്ടും നമുക്ക് വരാം. എന്നാൽ ഇപ്പോൾ നമുക്കൊരു അനസ് ബ്രോയ്ക്ക് താങ്ക്സ് പറഞ്ഞുകൊണ്ട് തന്നെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അനസ് ബ്രോ, ഓക്കെ, താങ്ക് യു. ഓക്കെ, വെൽക്കം.